ഹായ് ഫ്രണ്ട്സ്, ഗോപൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നന്നായിട്ട് മാമ്പഴം കിട്ടുന്ന കാലമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ 10 മാമ്പഴം തൊലി കളഞ്ഞ് ചട്ടിയിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കല്ലുപ്പ് ഇട്ട് നക്കിക്കിയ വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. മാമ്പഴ പുളിശ്ശേരി നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്കിത് ഒരാഴ്ച വരെയും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ഞി അടുപ്പത്തുണ്ട്, നല്ല ചീരത്തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരാഴ്ച യൂസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ശർക്കര ചീകിയത്, ശർക്കരയുടെ പൊടി നമുക്ക് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. 1 കപ്പ് നാളികേരം ചിരുകിയത്, അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കറി നന്നായിട്ട്, അതായത് മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി, അതായത് ജീരകത്തിൻ്റെ ഒക്കെ ആ പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് തൈര് ഉടച്ചത് നമുക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ ഒന്ന് കുറുകേണ്ടവർക്ക്, നന്നായിട്ട് ചാറൊന്ന് കുറുകണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഞാൻ അധികം കുറുകിയായിട്ട് എടുക്കണില്ല, കുറച്ച് ലൂസ് പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടായി ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഞാൻ തൈര് നന്നായിട്ടൊന്ന് അടിച്ചതാണ്, ഒന്ന് സ്പൂൺ വെച്ച് തന്നെ, അല്ലാണ്ട് മിക്സിയിൽ അടിച്ചതല്ല, ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായി അടിച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് അധികം തിളച്ച് വരണ്ട. ഞാനപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കുമായിരുന്നു. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനല്ലേ എന്ന് നോക്കിയപ്പോൾ ഞാൻ എരിവ് അധികമില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു മധുരം കൂടി മുന്നിട്ട് നിൽക്കാമെന്ന് തോന്നി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടി ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിളപ്പിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഇത് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു, 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തു, നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു, അപ്പോൾ അത് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് 3 ചേർന്നിട്ടുള്ളൂ. വറ്റൽമുളക് ഉള്ളവർ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് താളിച്ചിട്ട് നമുക്കതിലേക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.